ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ലോകകപ്പ് ഫൈനൽ ആവേശം ചോരാതെ കാണാം. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പവർ കട്ട് ഉണ്ടാകില്ലെന്ന് KSEB. തളിക്കുളം തമ്പാൻ കടലിൽ സുഹൃത്തുക്കളോടൊപ്പം കുളിക്കുന്നതിനിടെ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. തളിക്കുളം വാലിപ്പറമ്പിൽ സലീമിന്റെ മകൻ നാദിർഷയാണ് മരിച്ചത്. ചേലക്കര പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. കരട് വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. തിരുവല്ലോമലയിലെ വളം ഡിപ്പോയിൽ നിന്ന് 1 ലക്ഷം രൂപ മോഷ്ടിച്ച പ്രതി അറസ്റ്റിൽ. മലേഷ്യമംഗലം സ്വദേശി അക്ബറിനെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ലോക ഫുട്ബോളിലെ രാജാക്കന്മാർ ആരെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും ഫൈനലിൽ കൊമ്പത്തിനുള്ള. ഫിഫ ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് 3-ാം സ്ഥാനം. ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസിനെ 4-6 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് 3-ാം സ്ഥാനം സ്വന്തമാക്കിയത്. മിയാമിയിൽ നടന്ന മത്സരത്തിൽ 10 ഗോളുകളാണ് പിറന്നത്. ഗോൾ മഴ പെയ്ത മത്സരത്തിൽ ബുക്കായോ സാക്ക നേടിയ ഹാട്രിക്കിന്റെ പിൻബലത്തിലാണ് ഇംഗ്ലണ്ട് കരുത്തരായ ഫ്രഞ്ച് പടയെ മറികടന്നത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ നിലം പരിശാക്കി കളഞ്ഞു. 3-ാം മിനിറ്റിൽ റൈസും 18-ാം മിനിറ്റിൽ കൊൻസായും അവർക്ക് പിന്നാലെ 37-ാം മിനിറ്റിലും ഇഞ്ചുറി ടൈമിലും സാക്കയും ഗോൾ നേടിയപ്പോൾ ഏകപക്ഷീയമായ 4 ഗോളുകളുടെ ലീഡാണ് 1966-ലെ ജേതാക്കൾ ആദ്യ പകുതിയിൽ സ്വന്തമാക്കിയത്. എന്നാൽ 2-ാം പകുതിയിൽ ചിത്രം മാറിമറിഞ്ഞു. കിലിയൻ എംബപ്പെ 2 തവണയും ബാർക്കോള 1 തവണയും വല കുലുക്കിയപ്പോൾ സ്കോർ 4-3 എന്ന നിലയിലെത്തി. ഫ്രാൻസ് സമനില നേടാൻ കിണഞ്ഞ് ശ്രമിക്കുന്നതിനിടയിൽ കളിയുടെ 87-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി വലയിലെത്തിച്ച് സാക്ക തന്റെ ഹാട്രിക്കും ഇംഗ്ലണ്ടിന്റെ 5-ാം ഗോളും നേടി. ഇഞ്ചുറി ടൈമിൽ ഫ്രാൻസിനു വേണ്ടി ഡെംബലയും ഇംഗ്ലണ്ടിനു വേണ്ടി ബില്ലിംഗ്ഹാമും ഓരോ ഗോൾ വീതം നേടി മത്സരത്തിലെ ആകെ ഗോളുകളുടെ എണ്ണം 10-ലെത്തിച്ചു. മത്സരത്തിൽ 2 ഗോളുകൾ നേടിയതോടെ ഈ ലോകകപ്പിലെയും ലോകകപ്പ് ചരിത്രത്തിലെയും ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനായി എംബപ്പെ മാറി. ഈ ലോകകപ്പിലെ 10 ഗോളുകൾ ഉൾപ്പെടെ 22 ഗോളുകളാണ് ഫ്രഞ്ച് നായകന്റെ സമ്പാദ്യം. സ്പോർട്സ് ഡെസ്ക് TCV. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന്റെ ആവേശം നിറച്ച് 3-ാം ക്ലാസ്സുകാരൻ അണിയിച്ചൊരുക്കിയ പാട്ട് ശ്രദ്ധ നേടുന്നു. വിശ്വകിരീടത്തിനായി നിലവിലെ ജേതാക്കളായ അർജന്റീനയും 2-ാം കിരീടത്തിനായി ബൂട്ടണിയുന്ന ശക്തരായ സ്പെയിനും കലാശപ്പോരിനായി കളത്തിലിറങ്ങുന്നതും കാത്ത് നിമിഷങ്ങൾ എണ്ണി കഴിയുകയാണ് കായിക ലോകം. കലാശക്കളിയുടെ ഈ ആവേശം വാനോളം നിറയ്ക്കുന്നതാണ് 3-ാം ക്ലാസ്സുകാരനായ കുഞ്ഞു ഗായകൻ മനോവിസ്മയുടെ ഫൈനൽ സ്പെഷ്യൽ ഗാനം. അർജന്റീനയുടെയും മെസ്സിയുടെയും കടുത്ത ആരാധകനായ മനോവിസ്മയ്ക്കൊപ്പം ചേച്ചി 9-ാം ക്ലാസ്സുകാരി പ്രണയയും ഗാനം ആലപിച്ചിട്ടുണ്ട്. അരിമ്പൂർ സ്വദേശിയായ സംഗീതജ്ഞൻ മനോഷിന്റെയും നൃത്താധ്യാപികയായ RLV വിസ്മയുടെയും മക്കളാണിവർ. അച്ഛൻ മനോഷാണ് ഗാനരചനയും സംഗീതവും നിർവഹിച്ചത്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഗാനത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. TCV തൃശൂർ. ലോകകപ്പ് ഫൈനലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നാടെങ്ങും ഫുട്ബോൾ പ്രേമികൾ ആവേശത്തിലാണ്. ഫൈനൽ കാണാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി നൽകിയതോടെ ആവേശം ഇരട്ടിയായി. കോലഴി അർജന്റീന പാലത്തിന് സമീപത്തു നിന്നും സിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭൂഗോളത്തിന്റെ സ്പന്ദനം ഇന്ന് ഫുട്ബോളിലാണ്.
ലോകത്തെവിടെയും ഇരുന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള കാണികളുടെ ആരവങ്ങളുടെ ഒരു വലിയ ഇരുമ്പത്തിലേക്കാണ് നമ്മൾ ഇന്ന് വന്നു ചേർന്നിരിക്കുന്നത്. തൃശൂർ കോലഴിയിലെ അർജന്റീന പാലം എന്നറിയപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഒരു പാലത്തിനടുത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇവിടെ അർജന്റീനൻ ആരാധകരാണ് 99% ഉള്ളത്. അവിടെ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അർജന്റീന കളിക്കാർ പന്തുരുട്ടുമ്പോൾ ആവേശ കൊടുമുടിയിലാകുന്നത് ഇവിടെ കോലഴിയിലെ ഏറ്റവും വലിയ അർജന്റീന ആരാധകരാണ്. അവരുടെ ആവേശങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. Bum 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 bum. Yahoo Argentina. അർജന്റീനിയൻ കളിക്കാരുടെ കാലുകളിലേക്കുള്ള ആവേശമാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കോലഴിയിലെ അർജന്റീന പാലത്തിൽ നിന്നുള്ള അർജന്റീന ആരാധകർക്ക്. ഞങ്ങളിവിടെ നോക്കുമ്പോൾ 99% അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടുള്ള ജൈവിളിയാണ്. നമുക്കൊരു എതിരാളി ഉണ്ടെങ്കിലാണ് വിജയമുള്ളൂ. സ്പെയിനെ ഞങ്ങൾ ചെറുതാക്കി കാണുകയാണോ? ആരെയും എതിരാളികളെ ചെറുതാക്കി കാണുന്നില്ല. കേപ്പ് വെർദെ എന്ന് പറഞ്ഞ ആ ചെറിയ രാജ്യത്തിൻ്റെ ടീമിനെ പോലും വലിയ ഫുട്ബോൾ എന്ന് പറഞ്ഞത് വളരെ മാന്ത്രികതയും എല്ലാം ചേർന്ന് ചടുലതയും ഒക്കെ ചേർന്ന് നിൽക്കുന്ന വലിയ ആഘോഷമായി മാറ്റിയ ലോകം ആഘോഷമായി മാറ്റിയ ഫുട്ബോളിൻ്റെ കളിക്കളങ്ങളിൽ 80-ാം മിനിറ്റിലും വിജയിക്കുമെന്ന ആവേശം പരത്തുന്ന പ്രിയങ്കരനായ മെസ്സി മിശിഹായായി അവതരിപ്പിച്ച ആ വലിയ നേട്ടം ഞങ്ങളെ തോൽപ്പിക്കാൻ വളർന്നിട്ടില്ല മക്കളെ, സ്പെയിനായാലും ആരായാലും എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോ ഇത്തവണ കപ്പ് നമ്മൾ തിരികെ കൊടുക്കുന്നില്ല. കോലഴിയിലെ അർജന്റീന പാലത്തിൽ നമ്മുടെ അർജന്റീനയുടെ കളിയുടെ വിജയമാണ് നമ്മൾ നാളെ ആഘോഷിക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫുട്ബോളിന് അവധി കിട്ടിയിരിക്കുകയാണ്. എങ്ങനെ സന്തോഷിക്കുന്നു! ഇവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെ പ്രായഭേദമന്യേ ഒത്തിരി പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കൊച്ചുമോൾ ഇവിടെയൊക്കെ കുട്ടികളൊക്കെ ഉണ്ട്. നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണെന്ന് അറിഞ്ഞോ? അറിഞ്ഞു. എന്ത് തോന്നി? നമ്മുടെ മുഖ്യമന്ത്രി ശരിക്കും പൂക്കി മുഖ്യമന്ത്രി ആയോ? കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫുട്ബോൾ ഫൈനൽ കാണാൻ കുട്ടികൾക്ക് അവധി കൊടുക്കുന്നത്. നിങ്ങൾക്ക് സന്തോഷാണോ? സന്തോഷമാണ്. ഇവിടെ വേട്ടക്കാരൻ ക്ഷേത്രത്തിലെ അഗ്രഹാരത്തിലുള്ള വലിയൊരു സ്ക്രീനിലാണ് ഇവരുടെയൊക്കെ ആവേശമായിട്ടുള്ള ഒരു ഫൈനൽ കാണാനിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ സ്പെയിനിന്റെ ആരാധകരും ഇവിടെയുണ്ട്. എനിക്ക് കൂറുമാറിയ ആരാധകരും ഉണ്ടാകാം. ഒരുപക്ഷെ 48ഓളം ടീമുകൾ ഫുട്ബോളിന്റെ വേൾഡ് കപ്പിൽ 48 ടീമുകൾ കളിച്ചു വന്ന ഒരു കളിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പെയിനിന്റെ ടീം ഇവിടെയുണ്ട്. അല്ല, നാളെ ഇവിടെ കരയാനിരിക്കുന്നത് ഇവരായിരിക്കില്ലേ? ഉറപ്പായിട്ട് സ്പെയിനെ കപ്പടിക്കുള്ളൂ. എത്ര ഗോളിന് നമ്മൾ വിജയിക്കും? 3-1 കളി ജയിച്ചു. പറയൂ. വാമോസ് വാമോസ് സ്പെയിൻ സ്പാനിയോൾ. ഓക്കേ, എസ്പാനിയോൾ. ഈ ശബ്ദത്തിൽ നിങ്ങൾ ചെറുതായിട്ട് കാണണ്ട. നമ്മുടെ അർജന്റീന എത്ര ഗോളിന് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു? 3-1. ഓക്കെ, 3-1. അത് എത്രാമത്തെ മിനിറ്റിലായിരിക്കും ഗോൾ അടിച്ചു തുടങ്ങുക? ലാസ്റ്റ് 20 മിനിറ്റിലായിരിക്കും. അപ്പൊ രാത്രി ഉറക്കളിച്ച് കളി കാണാൻ തന്നെയാണോ പരിപാടി? കളി കാണും. എവിടെ പഠിക്കുന്നു? ഞാൻ പാവർട്ടി. അപ്പൊ ഈ മെസ്സി ഇല്ലെങ്കിൽ അർജന്റീന ടീമിലേക്ക് നിങ്ങൾക്ക് ഇത്രയും ആവേശം ഉണ്ടാവുമായിരുന്നു? മെസ്സി എത്ര ഗോൾ അടിക്കും? മെസ്സി 3 എന്തായാലും അടിക്കും. 2 എന്തായാലും അടിക്കും. ഗോൾഡൻ ബൂട്ട് മെസ്സിക്ക് തന്നെ. ഇന്ന് ഗോളടിച്ചു മതിയാക്കും, സ്പെയിനെ മതിയാക്കി കൊടുക്കും. അർജന്റീനയുടെ മിശിഹായി അവതരിച്ച ഫുട്ബോളിന്റെ മാന്ത്രികൻ പ്രിയപ്പെട്ട യമാലിനെ വളർത്തിയ തലോടിയ ആ കൈകൾ കൊണ്ട്, ആ കാലുകൾ കൊണ്ട് സ്പെയിനെ ചുട്ട മറുപടി കൊടുക്കുന്ന കാഴ്ചയാവും ഇന്ന് കാണുക. എനിവേ, ഇവിടെ വാമോസ് അർജന്റീന മാത്രമേ ഉള്ളൂ.
കോലഴിയിലെ അർജന്റീന പാലം ഒരുങ്ങിയിരിക്കുകയാണ്. ഇത്രയേറെ കേരളത്തിന്റെ ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു ആവേശ പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു അർജന്റീന പാലം. കഴിഞ്ഞ വർഷത്തെ വേൾഡ് കപ്പിലാണ് അവർ ഈ ഒരു പാലത്തിന് രണ്ട് കരകളെയും യോജിപ്പിക്കുന്ന ഈ പാലത്തിന് അർജന്റീന പാലം എന്ന് പേരിട്ട്. ഇപ്രാവശ്യം ആ കപ്പ് തിരികെ കൊടുക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ആവേശം കൊടുമുടിയിലാണ്. മെസ്സിയുടെ 45 അടി ഉയരമുള്ള കട്ടൗട്ടിന് താഴെയാണ് ഈ ആരാധകർ നിൽക്കുന്നത്. എനിവേ ഓക്കെ, അപ്പൊ നമ്മളിപ്പോ TCBക്ക് വേണ്ടി കോലഴിയിലെ അർജന്റീന പാലത്തിനരികിൽ നിന്നാണ്. ഇവിടെ അർജന്റീന വിജയിക്കാതിരിക്കാൻ യാതൊരു തരവുമില്ല. എനിവേ പുലർച്ചെ 12:30 ഫൈനൽ മത്സരത്തിനുള്ള ആ ഒരു നിമിഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. TCBക്ക് വേണ്ടി ക്യാമറമാൻ ഷിബി പോട്ടോറിനൊപ്പം സ്വർഗം. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ കാണുന്നതിനായി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി VD സതീശനാണ് അവധി നൽകാൻ നിർദ്ദേശം നൽകിയത്. സ്കൂളുകളും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ നടക്കുന്നതിനാൽ സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണമുണ്ടായിരിക്കില്ല. തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കാനാണ് നീക്കം. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ ശനിയാഴ്ച അനുമതി നൽകിയിരുന്നു. റൗണ്ട് ക്ലോക്ക് അടിസ്ഥാനത്തിൽ വൈദ്യുതി വാങ്ങാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. കൂടുതൽ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാൻ മറ്റു മാർഗങ്ങളും KSEB തേടുന്നുണ്ട്. തളിക്കുളം തമ്പാൻ കടവിൽ കടലിൽ കൂട്ടുകാരോടൊത്ത് കുളിക്കുന്നതിനിടെ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. തളിക്കുളം വാലിപ്പറമ്പിൽ സലീമിന്റെ മകൻ നാദിർഷയാണ് മരിച്ചത്. കമല നെഹ്റു സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നാദിർഷ. തളിക്കുളം സ്നേഹതീരം ബീച്ചിന് സമീപം കൽക്കെട്ടിനടുത്ത് കരയോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ചേലക്കര പഞ്ചായത്തിലെ 16ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് മാറ്റി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് കിഴക്കേ കുറുമല 16ാം വാർഡ് മെമ്പർ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കരട് വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപങ്ങളോ അപേക്ഷകളോ ഉണ്ടെങ്കിൽ സെപ്റ്റംബർ 5 വരെ സമർപ്പിക്കാം. അന്തിമ വോട്ടർ പട്ടിക സെപ്റ്റംബർ 19-ന് ഔദ്യോഗികമായി പുറത്തുവിടും. ചേലക്കരയ്ക്ക് പുറമെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ തളി ഡിവിഷനിലും ഉപതെരഞ്ഞെടുപ്പുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. തിരുവില്ലാമലയിലെ വളം ഡിപ്പോയിൽ നിന്ന് 1 ലക്ഷം രൂപ മോഷ്ടിച്ച പ്രതിയെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവില്ലാമല മലേശമംഗലം സ്വദേശി അക്ബറാണ് അറസ്റ്റിലായത്. പ്രദേശത്തെയും കടയിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് KC വിൽസന്റെ സ്ഥാപനത്തിൽ മോഷണം നടന്നത്. രാവിലെ കട തുറന്നയുടൻ പുൽനാശിനി ആവശ്യപ്പെട്ട് കടയിലേക്ക് എത്തിയ ഇയാൾ വ്യാപാരിയുടെ ശ്രദ്ധ തിരിച്ച് മേശപ്പുറത്തിരുന്ന ബാഗിൽ നിന്നും പണം മോഷ്ടിക്കുകയായിരുന്നു. അയ്യന്തോൾ മോഡൽ റോഡിലെ പണി പൂർത്തിയാകാത്ത ഭാഗത്തെ വെള്ളക്കെട്ട് മൂലം ബൈക്ക് മറിഞ്ഞ് ബസ്സിനടിയിൽപ്പെട്ട് ബാങ്ക് മാനേജറായ യുവാവ് മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 1 വർഷം. ദുരന്തം കഴിഞ്ഞ് 1 വർഷമായിട്ടും പ്രശ്നത്തിന് ഇതുവരെ ശാശ്വത പരിഹാരമായില്ല. വെള്ളം ഒഴുകിപ്പോകാൻ കാനയില്ലാത്തതിനാൽ മഴ പെയ്താൽ ഇപ്പോഴും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടും. അയ്യന്തോൾ മോഡൽ റോഡ് പണി ആരംഭിച്ച് 22 വർഷമായിട്ടും നിർമ്മല സ്കൂൾ മുതൽ പുഴയ്ക്കൽ പാടം വരെയുള്ള 4ാം ഘട്ടം പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമാകുന്നത്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും തുടർച്ചയായ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനും മോഡൽ റോഡ് പണി ഉടൻ പുനരാരംഭിക്കണമെന്ന് അയ്യന്തോൾ ജനകീയ സമിതി ആവശ്യപ്പെട്ടു. പുതിയ സംസ്ഥാന ബജറ്റിൽ 1 കോടി രൂപ ഈ പണിക്ക് ടോക്കൺ സംഖ്യയായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. മോഡൽ റോഡ് പണി അവസാനമായി നിർത്തിവെച്ചത് 10 വർഷം മുൻപായിരുന്നു. മോഡൽ റോഡിന്റെ ബാക്കി പണികൾക്ക് 6 വർഷം മുൻപ് 20 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നതുമാണ്. പൂർണ്ണ തോതിലുള്ള പുനർനിർമ്മാണത്തിന് അനുമതി ഉള്ളതിനാലാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നത്. 2025 ജൂലൈ 19-ന് എയ്ബൽ എന്ന 34-കാരന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് ഈ റോഡിലെ വെള്ളക്കെട്ട് പ്രധാന കാരണമായിരുന്നു. വാഹനങ്ങളുടെ എണ്ണം കൂടിയതോടെ ഈ ഭാഗത്ത് ദിവസവും രാവിലെയും വൈകിട്ടും മണിക്കൂറുകളോളം വൻ ഗതാഗത കുരുക്കാണ്. വെറും 2 കിലോമീറ്റർ മാത്രം വരുന്ന അയ്യന്തോൾ നിർമ്മല സ്കൂൾ മുതൽ പുഴയ്ക്കൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ റോഡ് നിർമ്മാണം കൂടി പൂർത്തീകരിച്ചാൽ ജില്ലയുടെ വടക്കുഭാഗത്തേക്കും തിരിച്ചുമുള്ള ഗതാഗതം സുഗമമാക്കുവാൻ കഴിയും.
കോസ്മോപോളിറ്റൻ റെസിഡൻസ് അസോസിയേഷൻ, ന്യൂ ഗാർഡൻ റെസിഡൻസ് അസോസിയേഷൻ എന്നിവിടങ്ങളിലുണ്ടാകുന്ന വെള്ളക്കെട്ടിനും മോഡൽ റോഡ് പൂർത്തീകരിച്ചാൽ പരിഹാരമാകും. റോഡ് വികസനത്തിനായി ഏറ്റെടുക്കുന്ന സ്ഥലവും കെട്ടിടവും നഷ്ടപ്പെടുന്ന ഉടമകൾക്കും വ്യാപാരികൾക്കും ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്നും ജനകീയ സമിതി ആവശ്യപ്പെട്ടു. ജനകീയ സമിതി കൺവീനർ ജെയിംസ് മുട്ടിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ പന്നിംകുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വിനോദ് കുറുവത്ത് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ജോഷി തേറാട്ടിൽ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഒല്ലൂർ PR പടിയിൽ ബൈക്കിന് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരിക്ക് പരിക്കേറ്റു. ഒല്ലൂർ ചീരപ്പറമ്പിൽ വീട്ടിൽ രാധയ്ക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. പരിക്കേറ്റ യാത്രക്കാരിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂണ്ടലിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. സ്രാമ്പിക്കൽ വീട്ടിൽ രഞ്ജിത്താണ് പോലീസ് പിടിയിലായത്. ചൂണ്ടൽ കുന്നിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ പോലീസ് വാഹനം കണ്ട് പരിഭ്രമിച്ച് തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ച രഞ്ജിത്തിനെ പോലീസ് സംഘം തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറിനുള്ളിൽ നിന്ന് 0.55 ഗ്രാം ഹാഷിഷ് ഓയിൽ കണ്ടെടുത്തു. സബ് ഇൻസ്പെക്ടർ രോഹിതിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തീരമേഖലകളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കുറുനരികളുടെ എണ്ണം വർദ്ധിക്കുന്നത് നാട്ടുകാരിൽ ആശങ്കയുയർത്തുന്നു. വീടുകളുടെ പരിസരങ്ങൾ, മത്സ്യബന്ധന കേന്ദ്രങ്ങൾ, മാലിന്യം തള്ളുന്ന സ്ഥലങ്ങൾ, ഒഴിഞ്ഞ പറമ്പുകൾ എന്നിവിടങ്ങളിലാണ് കുറുനരികൾ കൂടുതലായി എത്തുന്നത്. കോഴി, താറാവ്, ആട് തുടങ്ങിയവയെ ആക്രമിക്കുന്നത് പതിവാവുകയാണ്. വനപ്രദേശങ്ങളിലെ ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ, ഭക്ഷണ ലഭ്യതയിലെ കുറവ്, തീരപ്രദേശങ്ങളിലെ മാലിന്യ നിക്ഷേപം എന്നിവയാണ് കുറുനരികൾ ജനവാസ മേഖലയിലേക്ക് എത്താൻ കാരണമാകുന്നതെന്നാണ് വിലയിരുത്തൽ. ഭക്ഷണാവശിഷ്ടങ്ങളും അറവു മാലിന്യങ്ങളും തുറസായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നത് ഇത്തരം വന്യജീവികളെ ആകർഷിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വനംവകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരിടവേള. French Dairy Pistachio Kunafa Bar. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകളിലേക്ക്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിൽ വിഹരിക്കുന്ന കാട്ടുപന്നികൾ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു. കൊടകര പഞ്ചായത്തിലെ കാവുന്തറ, കാവിൽപ്പാടം, പറപ്പൂക്കര പഞ്ചായത്തിലെ ഉളുമ്പത്തുകുന്ന് എന്നിവിടങ്ങളിലാണ് കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു വരുന്നത്. 4 കാട്ടുപന്നികളാണ് പകൽ സമയത്തുൾപ്പെടെ വിഹരിക്കുന്നത്. തോട്ടുവക്കിലെ കുറ്റിക്കാടുകളിലും കൊളത്തൂർ പ്രദേശത്ത് ദേശീയപാതയോരത്ത് തരിശായി കിടക്കുന്ന കൃഷിഭൂമിയിലുമാണ് കാട്ടുപന്നികൾ തമ്പടിച്ചിട്ടുള്ളത്. കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിന് പുറമെ ഇരുചക്ര വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും പന്നികൾ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. പ്രദേശത്തെ ജനപ്രതിനിധികളായ K. സുധാകരൻ, PD നെൽസൺ എന്നിവർ കാട്ടുപന്നി ശല്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഇനി കർക്കിടക സുകൃതം. ഉത്സവപ്പറമ്പുകളിൽ നിന്ന് ഉത്സവപ്പറമ്പുകളിലേക്കുള്ള ഓട്ടപ്പാച്ചിലുകൾക്കും തുടർച്ചയായ എഴുന്നള്ളിപ്പുകൾക്കും ശേഷം ആനകൾക്ക് സുഖചികിത്സയും വിശ്രമവും ലഭിക്കുന്ന കാലമാണ് കർക്കിടക മാസം. ശരീരപുഷ്ടിക്കും ആരോഗ്യത്തിനും രോഗശമനത്തിനുമായാണ് ആനകൾക്ക് കർക്കിടകത്തിൽ സുഖചികിത്സ നൽകുന്നത്. വിവിധ ദേവസ്വങ്ങളുടെ കീഴിലുള്ള ആനകൾക്ക് പുറമെ സ്വകാര്യ ഉടമകളുടെ കീഴിലുള്ള ആനകൾക്കും സുഖചികിത്സ നൽകുന്നുണ്ട്. ആനവിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഗജവീരന്മാർക്കുള്ള സുഖചികിത്സ നടത്തുക. ഉത്സവങ്ങളുടെ ഭാഗമാകുമ്പോൾ ആ കാലഘട്ടത്തിൽ അവർ ഒരുപാട് യാത്രകളും അതോടൊപ്പം തന്നെ ജോലികളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൽ നിന്ന് മാറി ഉത്സവകാലം മാറി പിന്നീട് ആന സ്വന്തമായി നിൽക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് അവരുടെ ആരോഗ്യം പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അവർക്ക് നല്ല വിശ്രമം കൊടുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക, തേച്ചുള്ള കുളി കൊടുക്കുക, പൂർണ്ണമായിട്ടുള്ളൊരു ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ നിലവിലുള്ള എല്ലാ നാട്ടാനകൾക്കും നല്ല ഭക്ഷണം, വരമരുന്ന് കൊടുക്കും,
പിന്നെ അതിനുശേഷം വിറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസ് അടങ്ങുന്ന ഭക്ഷണം, അങ്ങനെ ധാതു ലവണങ്ങളിലൊക്കെ അടങ്ങിയ ഭക്ഷണം കൊടുക്കുമ്പോൾ ആനയ്ക്ക് തന്നെ ആനയുടെ ഓജസ് വീണ്ടെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ആനയുടെ ശരീരഭാരം നോക്കിയിട്ടും ആനയുടെ പ്രായം നോക്കിയിട്ടും ആനയുടെ രീതികൾ നോക്കിയിട്ട് അങ്ങനെ 3-4 ഘടകങ്ങൾ പരിശോധിച്ചിട്ടാണ്. പിന്നെ പെണ്ണാനകളുണ്ട്, പിടിയാനകളുണ്ട്, കൊമ്പനാനകളുണ്ട്, ഇവർക്കൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളാണ് നമ്മൾ ഏർപ്പാടാക്കിയത്. ആനകളെ നന്നായി തേച്ചു കുളിപ്പിക്കുന്നത് സുഖചികിത്സയുടെ ഭാഗമാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത ചോറ്, ചവനപ്രാശം, അഷ്ടചൂർണം, വിറ്റാമിൻ ഗുളികകൾ, വിവിധതരം സിറപ്പുകൾ എന്നിവ ചേർത്ത ഉരുളകൾ ആനകൾക്ക് ദിവസവും നൽകും. മദപ്പാടിലുള്ള ആനകൾക്ക് മദപ്പാട് കഴിഞ്ഞാണ് ചികിത്സ നൽകുക. 1 മാസം നീണ്ടു നിൽക്കുന്നതാണ് ഈ ചികിത്സാകാലം. ഗജവീരന്മാർക്ക് ശരീരപുഷ്ടിയും ആരോഗ്യവും സൗന്ദര്യവും വീണ്ടെടുക്കാനുള്ള ഈ സുഖചികിത്സാ കാലത്തിന് ഏറെ പ്രാധാന്യമാണ് വിവിധ ദേവസ്വങ്ങളും ആന ഉടമകളും നൽകി വരുന്നത്. കർക്കിടക മാസത്തിൽ വിവിധ ദേവസ്വങ്ങൾ, ക്ഷേത്ര ഭരണസമിതികൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആനയൂട്ടുകൾ സുഖചികിത്സയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതാണ്. TCV തൃശൂർ. പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര, സെക്രട്ടറി ഷാജി മുരിയാടൻ, പ്രഹ്ലാദൻ കരൂല, സുരേഷ് പാട്ടത്തിൽ, സജീവ് അടിപ്പറമ്പിൽ, വിനോദ് കുളങ്ങര തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറ്റിലപ്പള്ളി IAS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 2022-26 ബിടെക് ബാച്ച് വിദ്യാർത്ഥികളുടെ ബിരുദാനന്ദ ചടങ്ങ് നടന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. MLA സേവ്യർ ചിറ്റിലപ്പള്ളി, നൂറുൽ ഇസ്ലാം സെന്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ A ഷാജിൻ നിർഗുണം എന്നിവർ മുഖ്യാതിഥികളായി. IAS എഡ്യൂക്കേഷൻ സിറ്റി പ്രസിഡന്റ് PT മുഹമ്മദ് സയ്യിദ് അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S ബ്രില്ലി സംഗീത ബിരുദധാരികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ ബ്രാഞ്ചുകളിലായി പഠനം പൂർത്തിയാക്കിയ 280-ൽ പരം വിദ്യാർത്ഥികളാണ് ബിരുദം ഏറ്റുവാങ്ങിയത്. സർവകലാശാലയുടെ വിവിധ മൈനർ ഹോണർ ഡിഗ്രി പ്രോഗ്രാമുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദവും ചടങ്ങിൽ സമ്മാനിച്ചു. IAS മാനേജ്മെന്റ് സീനിയർ വൈസ് പ്രസിഡന്റ് KP അബ്ദുൾ റഷീദ്, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ്, ജനറൽ സെക്രട്ടറി NK ഉമ്മർ, ജോയിന്റ് സെക്രട്ടറി CA ജിനി, ട്രഷറർ CM നാബിയാൽ, ഡയറക്ടർമാരായ KP മുഹമ്മദ് അലി, TK നബീൽ, PT അബ്ദുൾ ജലീൽ, VC ഷാഹിദ, PK മുഹമ്മദ്, IAS കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ CC ബാബു, റോബോട്ടിക്സ് ആൻഡ് AI വകുപ്പ് മേധാവി ഷഹസിയ പർവീസ്, ഡേറ്റാ സയൻസ് വകുപ്പ് മേധാവി P ശാന്തി എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർമാരായ മെക്കാനിക്കൽ വിഭാഗം മേധാവി A അനീഷ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഹെഡ് MK രചന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഡോക്ടർ ടെസി റോണിയുടെ വരളുന്ന ഹൃദയഭൂമിക എന്ന കവിതാ സമാഹാരത്തിന്റെ ആസ്വാദന ചർച്ച വടക്കാഞ്ചേരിയിൽ നടന്നു. ചലച്ചിത്ര സംവിധായകൻ റഷീദ് പാർക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കവി സെബാസ്റ്റ്യൻ പോൾ മോഡറേറ്ററായിരുന്നു. നടനും സംവിധായകനുമായ AJ റാഫേൽ, കവി PN സുനിൽ, വിവർത്തകൻ VR നരേന്ദ്രൻ, എഴുത്തുകാരൻ അഗസ്റ്റിൻ കുട്ടനല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചി മഠാധിപതി വിജയേന്ദ്ര സരസ്വതി സ്വാമികൾ പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കേരള ബ്രാഹ്മണ സഭയുടെ നേതൃത്വത്തിൽ പൂങ്കുന്നം സെന്ററിൽ നിന്ന് സ്വാമികളെ നാദസ്വരം, താലം എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. ബ്രാഹ്മണ സഭ ജില്ലാ പ്രസിഡന്റ് S ശിവരാമകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി D മൂർത്തി, ടൗൺ യൂണിറ്റ് സെക്രട്ടറി TS വിശ്വനാഥ് അയ്യർ, സംസ്ഥാന നേതാക്കളായ GK പ്രകാശ്, KR ജയരാമൻ, TR ഹരിഹരൻ എന്നിവർ നേതൃത്വം നൽകി. 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകകപ്പ് ഫുട്ബോളിൽ മത്സരിക്കുമെന്നും കേരളം അതിൽ പ്രധാന ശക്തിയാകുമെന്നും ചാണ്ടി ഉമ്മൻ MLA. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ നടപ്പാക്കുന്ന ചിറക് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കായിക വിനോദങ്ങളെ വളർത്താൻ വിദ്യാലയങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. മെസ്സിയെ പോലുള്ള താരങ്ങൾ നമ്മുടെ നാട്ടിലും ജന്മമെടുക്കണമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ലഹരിയെ ഇല്ലാതാക്കുന്നതിന് സർക്കാർ വലിയ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. കായിക വിനോദങ്ങളെ ലഹരിയാക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചാലക്കുടി കാർമൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ്, കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബെന്നി പേങ്ങിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ എൻ്റെ മലയാളം ഗവേഷണ പ്രഭാഷണ പരിപാടിയുടെ 3ാം അധ്യായം സംഘടിപ്പിച്ചു. റാംമോഹൻ പാലിയത്ത് ഉദ്ഘാടനം ചെയ്തു. ജീവിതചര്യകളും സാഹചര്യങ്ങളും ഭാഷാ പ്രയോഗങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും ഭാഷയ്ക്ക് കയ്യെഴുത്ത് രൂപം ഇല്ലാതാകുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ കെ രഘുനാഥൻ, കെ ഉണ്ണികൃഷ്ണൻ, അഞ്ചത്ത് ബാലകൃഷ്ണൻ, ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ എസ് കെ വസന്തൻ, എം ഡി രാജേന്ദ്രൻ, മോഹൻദാസ് പാറപ്പുറത്ത്, എം ഡി രത്നമ്മ, ശ്രീദേവി അമ്പലപുരം എന്നിവർ പങ്കെടുത്തു. കാട്ടൂർ വാദിക്കുടം മഹാദേവ ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ഗജപതി ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആനയൂട്ടിന് 3 ഗജവീരന്മാർ അണിനിരന്നു. ദിലീഷ് ശാന്തി പൂജകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ ആനയൂട്ടിൽ പങ്കെടുത്തു. കൊടകര സഹൃദയ കോളേജിൽ ലോക് വിത സേതു ഇനീഷ്യേറ്റീവ് സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ, അധ്യാപകരായ സീന ആലപ്പാട്ട്, റോഷ്ന റോയ് തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്തിലെ 9ാം വാർഡ് വയോജന ക്ലബിന്റെ വാർഷികം വെള്ളിക്കുളങ്ങര ദാറുൽ ഉലൂം മദ്രസ ഹാളിൽ സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് കല്ലറക്കൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സുമ ആന്റണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ബി മിനി, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ പ്രബീഷ്, സിജി രാജേഷ്, സിബി പൗലോസ്, വയോജന ക്ലബ്ബ് ഭാരവാഹികളായ ബിന്നി ജോയ്, ലീല വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. വിഷൻ ഇരിങ്ങാലക്കുടയുടെ ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഭാഗമായി അറിവ്, ആരോഗ്യം, ആയുസ് എന്ന വിഷയത്തിൽ ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. പ്രശസ്ത ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിഷൻ ഇരിങ്ങാലക്കുട ചെയർമാൻ ജോസ് ജെ ചിറ്റിലപ്പള്ളി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആശാ വർക്കർമാരുടെയും അംഗൻവാടി വർക്കർമാരുടെയും പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭാ ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ മിനി ജോസ് ചാക്കോള, ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശിവദാസ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റോയ് വിൽഫ്രഡ്, ശരത്, ശിവരഞ്ജിനി എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി സാമൂഹ്യനീതി വകുപ്പ് മോഡൽ സ്വയംപ്രഭ ഹോമിലെത്തുന്ന മുതിർന്ന പൗരന്മാർക്കായി ആര്യമ്പാടം ലയൺസ് ക്ലബ്ബ് ഔഷധ കഞ്ഞി കിറ്റ് നൽകി. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി മദനൻ അധ്യക്ഷത വഹിച്ചു. ആര്യമ്പാടം വാർഡ് കൗൺസിലർ പി എ അഷ്റഫ്, ആര്യമ്പാടം ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിങ്ങാവ് ധന്വന്തരി കുമ്മാട്ടി സമിതിയുടെ 14ാം കുമ്മാട്ടി മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്, കൗൺസിലർമാരായ ഷാരി കിഷോർ, എ വി കൃഷ്ണമോഹൻ എന്നിവർക്ക് ബ്രോഷർ നൽകി പ്രകാശനം ചെയ്തു. കോർപ്പറേഷൻ കുമ്മാട്ടി ധനസഹായം 1 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനവും നൽകി. പ്രസിഡന്റ് രാജീവ് പൊലിയടത്ത്, സെക്രട്ടറി രാമചന്ദ്രൻ കടവിൽ, ട്രഷറർ അഡ്വക്കേറ്റ് എം സി മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പുല്ലഴി മൈത്രി ആർട്സ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ കർക്കിടക കഞ്ഞിയും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടത്തി. ഡോക്ടർ ഭഗവതി അമ്മാൾ ഔഷധക്കഞ്ഞി വിതരണം നിർവഹിച്ചു. മികച്ച വിജയം കരസ്ഥമാക്കിയ നവനി കൃഷ്ണ, ശ്രീധർ എസ് നായർ എന്നിവരെ കൗൺസിലർമാരായ സുനിത വിനു, ഷാജു കുണ്ടോളി എന്നിവർ പുരസ്കാരം നൽകി അനുമോദിച്ചു. സമിതി സെക്രട്ടറി കെ നാണു, കെ മധു, ശങ്കരനാരായണൻ, മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. പേരാമംഗലം സെന്റ് മേരീസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ സി എ ഷാജൻ അധ്യക്ഷത വഹിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുറയ്ക്കൽ, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ജസ്റ്റോ പോൾ, ട്രസ്റ്റി ജെറി സി തോമസ്, വികാരി ഫാദർ ജോൺസൺ കുണ്ടുകുളം തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് എൽത്തുരുത്ത് ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് ചടങ്ങ് രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. എൽത്തുരുത്ത് ഡിവിഷൻ പ്രസിഡന്റ് കെ ജയകുമാർ അധ്യക്ഷനായിരുന്നു. അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് കെ സുരേഷ്, അയ്യന്തോൾ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PV രാജു, വിവിധ ഡിവിഷൻ കൗൺസിലർമാരായ ലാലി ജെയിംസ്, സാജൻ സി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർക്കും വിദ്യാലയങ്ങൾക്കും മന്ത്രി OJ ജനീഷ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. 1500ഓളം വിദ്യാർത്ഥികൾക്കാണ് മിനിസ്റ്റേഴ്സ് എക്സലൻസ് പുരസ്കാരം നൽകിയത്.
ചലച്ചിത്ര നടൻ ആസിഫ് അലി പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി OJ ജനീഷ് അധ്യക്ഷനായി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ചലച്ചിത്ര നടിമാരായ അതിഥി രവി, പ്രാർത്ഥന സന്ദീപ് എന്നിവരും പുരസ്കാരങ്ങൾ നൽകി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുനിത സജീവൻ, ഔസേപ്പച്ചൻ ജോസ്, PK രാധാകൃഷ്ണൻ, സിൽവി സേവ്യർ, സുലേഖ അബ്ദുള്ളക്കുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാജൻ കുടിയൻ, കാവ്യ രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റാറ്റുകര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മറ്റ് അവാർഡ് ജേതാക്കളെയും ആദരിച്ചു. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA പ്രതിഭ ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് RA അബ്ദുൽ ഹക്കീം ചടങ്ങിൽ അധ്യക്ഷനായി. എളവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, ഷാജി കാക്കശ്ശേരി, PG സുബിദാസ്, സുനിത വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തോളൂർ സെന്റ് അൽഫോൺസ ദേവാലയത്തിൽ വിശുദ്ധ അൽഫോൺസാമയുടെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും തിരുനാൾ ഭക്തിസാന്ദ്രമായി. ദിവ്യബലിക്ക് ഫാദർ സാജൻ മടക്കൻ മുഖ്യ കാർമ്മികനായി. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ പോൾ കള്ളിക്കാടൻ, ട്രസ്റ്റിമാരായ CU ചാർലി, CJ ജോബിൻ, CT ജോബി എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. CPM ചന്ദ്രാപിനി ഹൈസ്കൂൾ ബ്രാഞ്ച്, രാമൻകുളം ബ്രാഞ്ച് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. TV മനോഹരൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, ചന്ദ്രാപിനി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീന വിശ്വൻ, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ചന്ദ്രാപിനി സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് ഹരിലാൽ മാണിയത്ത്, പഞ്ചായത്ത് അംഗം VV സുവീഷ്, DYFI മേഖലാ സെക്രട്ടറി PV ഡാനിഷ് തുടങ്ങിയവർ സംസാരിച്ചു. KSEB കൂനമൂച്ചി സെക്ഷന്റെയും കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മറ്റത്ത് നടന്ന വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA നിർവഹിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീവ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് PK സുദീപ്, KSEB കുന്നംകുളം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS സുരേഷ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ വിജിത മജ്നു, KSEB കേച്ചേരി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KK സിന്ധു, കൂനമൂച്ചി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ VS ചിത്ര എന്നിവർ സംസാരിച്ചു. വൈദ്യുതി പ്രതിസന്ധിയുടെ പ്രത്യേക സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും സുരക്ഷാ ബോധവൽക്കരണത്തെക്കുറിച്ചും KSEB റിട്ടയർഡ് എഞ്ചിനീയർ AC സാബു ക്ലാസ് നയിച്ചു. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ഗജരാജൻ മധുരപുരം കണ്ണനെ മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി കാനാടിക്കാവിന്റെ ഗജവീര രത്നപ്പട്ടം നൽകി ആദരിച്ചു. തിരുവാണിക്കാവ് രാജഗോപാലൻ, മധുരപുരം കണ്ണൻ, പൂത്രക്കോവിൽ പാർത്ഥസാരഥി, ശ്രീലക്ഷ്മി സാവിത്രി, പെരുന്ന ശ്രീവള്ളി തുടങ്ങി 20ഓളം ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. ഗണപതി ഹോമത്തിനും ഗജപൂജയ്ക്കും സൂര്യ കാലടിവന പരമേശ്വരൻ ഭട്ടത്തിരിപ്പാട് മുഖ്യ കാർമ്മികനായി. കാനാടിക്കാവ് ട്രസ്റ്റ് മെമ്പർമാരായ കാനാടി സൈലേഷ്, കാനാടി സൈജു, കാനാടി കൃഷ്ണരാജ്, കാനാടി ശ്രീകൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭ മുൻ ചെയർമാൻ KP വത്സലന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വാർഷിക എൻഡോമെന്റ് വിതരണം ചെറുകഥാകൃത്ത് അശോകൻ ചെരുവിൽ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവർ, മത്സ്യത്തൊഴിലാളി, ബീഡി തൊഴിലാളി, ചുമട്ടുതൊഴിലാളി, പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച വിജയികൾ, നഗരസഭാ ജീവനക്കാരുടെ മക്കൾ എന്നിവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P. യതീന്ദ്രദാസ്, ലിഷ മത്രങ്കോട്ട്, KH സലാം, കൗൺസിലർ ഷീജ പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,135, പവന് 1,50,80.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട് അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. ലോകകപ്പ് ഫൈനൽ ആവേശം ചോരാതെ കാണാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പവർ കട്ട് ഉണ്ടാകില്ലെന്ന് KSE. തളിക്കുളം തമ്പാൻകടവിൽ കടലിൽ സുഹൃത്തുക്കളോടൊപ്പം കുളിക്കുന്നതിനിടെ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. തളിക്കുളം വാലിപ്പറമ്പിൽ സലീമിന്റെ മകൻ നാദിർഷയാണ് മരിച്ചത്. ചേലക്കര പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. കരട് വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. തിരുവില്ലാമലയിലെ വളം ഡിപ്പോയിൽ നിന്ന് 1 ലക്ഷം രൂപ മോഷ്ടിച്ച പ്രതി അറസ്റ്റിൽ. മലേശമംഗലം സ്വദേശി അക്ബറിനെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.